ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്നൊരു വാൾ ഓർഗനൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം ഇടുന്നത്. അപ്പോൾ വാൾ ഓർഗനൈസർ മാത്രമല്ല, നമ്മൾ വേറെ ചില സംഭവങ്ങളും സംസാരിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയുന്ന സംഭവം ഏകദേശം ഒരു നല്ലോണം വ്യത്യാസം ഉണ്ടാവും. പറയുന്ന വേറെന്തോ സംഭവം, ചെയ്യുന്ന വേറെന്തോ സംഭവമായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. പിന്നെ നമ്മൾ ഈ മാസം ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു 80 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. ഇന്നത്തേക്ക് ഒരു 82 ആയി. 82 തന്നെ ഒരു 2 ആഴ്ചയായിട്ടായി. ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നില്ല. അപ്പോൾ കുറച്ചെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, അതിനെക്കൊണ്ട് നമ്മൾ ഒരു ഗിവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗിവ് അവേൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നു അതിൽ ആകെ ഒരു വിന്നറാണ് ഞാൻ കൊടുക്കുന്നത്. ആകെ 82 അല്ലേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ ഒന്നെന്നെ മതി. അപ്പോൾ അതിനുള്ള ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോ മിസ് ചെയ്യാണ്ട് കാണണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഫോണിൻ്റെ സ്പീക്കർ അടിച്ചു പോയി. അപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിലാണ് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളത് ആ ഫോണിൽ, എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ. അപ്പോൾ അതിൽ വോയിസ് ഓവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വേറൊരു ഫോണുണ്ട്, അതിൽ നിന്ന് ഞാൻ ബ്ലൂടൂത്ത് വഴി ഷെയർ ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. മറ്റേന്ന് എഡിറ്റിങ്ങും ആ കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്യും. ഇതിൽ നിന്നാണ് ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഈ വോയിസ് ഓവർ പരിപാടി നിർത്തി വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ 2-3 വീഡിയോ ആയിട്ട് ഞാനിങ്ങനെ സോങ്ങൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, വോയിസ് ഓവർ പറ്റുന്നില്ല. അങ്ങനെ ഈ ഒരു ഐഡിയയാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഇനി ഗിവ് അവേൻ്റെ ഈ വോയിസ് ഓവർ, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടി പണിയെടുക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യും. കാരണം ഇത് കുറച്ച് പണിയാണ്. എഡിറ്റ് ചെയ്ത് ക്യാമറ റോൾ ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് പിന്നെ വോയിസ് ഓവർ ചെയ്യാനും മറ്റേന്ന് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് മൊത്തം പണിയാണ്. അപ്പോൾ ഇനി അധികമൊന്നും വോയിസ് ഓവർ ചെയ്യാൻ ഉണ്ടാവില്ല കാരണം ഉണ്ടാവുന്നല്ല, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2 മെയിൻ കാര്യങ്ങളാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഗിവ് അവേൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. അത് മിസ്സാവാണ്ട് കാണണം. അതിൽ നല്ലോണം കമൻറ്റ് ചെയ്യുന്നവർക്കും എൻ്റെ എല്ലാ വീഡിയോക്കും ലൈക്കും സബ്സ്ക്രൈബും അങ്ങനെയൊക്കെ കമൻറ്റൊക്കെ ചെയ്യുന്നവർക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നാളെ തന്നെ കാണും. എൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്തായാലും ലേറ്റായി. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് കുറച്ച് എഡിറ്റ്സും പിന്നെ കുറച്ച് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടല്ല, കാരണം കോപ്പിറൈറ്റ് അടിക്കും. ഞാൻ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് യൂട്യൂബിൽ. അപ്പോൾ അതിനും വ്യൂവേഴ്സ് ഒന്നും കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഇടുന്ന ഒരു വീഡിയോന് പോലും അധികം വ്യൂവേഴ്സ് ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ സങ്കടം കൊണ്ടുണ്ട്. പിന്നെ ആകെ 82 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. കുറേ ആൾക്ക് ഗിവ് അവേ ഒക്കെ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ 82 സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് കുറേ ഒക്കെ കൊടുത്താൽ നമുക്ക് ഉപകാരപ്പെടില്ല. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മറിച്ച് കുറേ നേരമായി. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ വാൾ ഓർഗനൈസർ അല്ലേ പറഞ്ഞേ. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന്മേൽ കലണ്ടർ, വാഷി ടൈപ്പ് ഡിസ്പെൻസർ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന മെത്തേഡുകളൊന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ആക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു അൺബോക്സിങ് നടക്കുന്നുണ്ട്. ഒരു ജെൽ പെന്നാണ് ഇത്. സൂപ്പർ ജെൽ പെന്നാണ്. ക്ലാസ്മേറ്റിൻ്റെ ജെൽ പെന്നാണ്. അതെല്ലാ വീഡിയോയിലും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോന്ന് പറയാൻ മറക്കല്ല കേട്ടോ. ഇതെന്തായാലും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ചെരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ നേരെ തൊട്ട് താഴെയാണ് ഞാനുള്ളത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ